നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് ട്രെയിനിന് നേരെയുള്ള കല്ലേറിന് യാതൊരു കുറവുമില്ല. വീണ്ടും വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ ഒരു കല്ലേറുണ്ടായിരിക്കുന്നത്. ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് ഏതാനും മിനിറ്റുകളായതേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ കല്ലേറുണ്ടായിരിക്കുകയാണ്. 4:15 തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. അതിന്റെ ചില്ല് പൊട്ടുന്ന സാഹചര്യമുണ്ടായി. ട്രാക്കിന് വലതുവശത്ത് നിന്നിരുന്ന വ്യക്തി ട്രെയിനിലെ C4 കോച്ചിന് നേർക്ക് കല്ലെറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. കല്ലേറിൽ കോച്ചിന്റെ ജനൽ ചില്ലിൽ വിള്ളലുണ്ടായി. കണിയാപുരം, മുരുക്കുംപുഴ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ചായിരുന്നു ഈ കല്ലേറുണ്ടായത്. തുടർന്ന് യാത്രക്കാർ വിവരം RPF ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ട്രെയിൻ കൊല്ലം സ്റ്റേഷനിലെത്തി. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി കല്ലേറിൽ വിള്ളൽ സംഭവിച്ച ജനൽ ചില്ല് പരിശോധിച്ചു. സംഭവത്തിൽ കല്ലെറിഞ്ഞ വ്യക്തിക്കായി RPF അന്വേഷണം തുടങ്ങി. അതേസമയം കഴിഞ്ഞ മാസവും തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായിരുന്നു. കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കല്ലേറിൽ C2, C4 കോച്ചുകളുടെ ചില്ല് പൊട്ടിപ്പോയി. സംഭവത്തിൽ പ്രതിയെ RPF കസ്റ്റഡിയിലെടുത്തിരുന്നു. മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് അതിക്രമം നടത്തിയതെന്ന് RPF അറിയിച്ചിരുന്നു. നേരത്തെയും വന്ദേ ഭാരതിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വന്ദേ ഭാരത് ഓട്ടം തുടങ്ങിയ കാലം മുതൽ തന്നെ കല്ലേറും ഒരു തുടർക്കഥയായി കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യാത്രക്കാർ ഇരു കൈ നീട്ടി സ്വീകരിച്ച വന്ദേ ഭാരത് വളരെ മികച്ച രീതിയിൽ ഓട്ടം തുടരുകയാണ്. കേരളത്തിന് അനുവദിച്ച 3-ാം വന്ദേ ഭാരത് കൊല്ലത്ത് എത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ ഫ്ളാഗ് ഓഫ് ചടങ്ങിനുള്ള പരിമിതിയായിരുന്നു ഈ കൊല്ലത്തെത്തിയ വന്ദേ ഭാരതിന്റെ ഓട്ടത്തിന് വൈകലായത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേൽക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നതാണ്. 3-ാം NDA സർക്കാർ അധികാരമേൽക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിന് സമ്മാനമായി 3-ാം വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയ ഘട്ടം കൂടിയാണിത്. എന്തായാലും എറണാകുളം ബംഗളൂരു റൂട്ടിൽ തന്നെയാകും പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക എന്നാണ് നിഗമനം. കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് എത്തുമ്പോൾ മുതൽ സർവീസിനായി ഉയർന്നു കേട്ട റൂട്ടുകൾ ഒന്നായിരുന്നു എറണാകുളം ബംഗളൂരു. എന്തായാലും വന്ദേ ഭാരത് മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലേറു കഥകൾക്കും കുറവില്ല എന്ന് തന്നെയാണ് ഇന്നലെ കൂടി ഉണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു പുതിയ ആശങ്ക കൂടിയാണിത്. എപ്പോൾ കല്ലേറുണ്ടാകാം, എപ്പോഴേ ആയാലും കല്ലേറുണ്ടാകാനുള്ള സാധ്യത മുന്നിലുണ്ട് എന്നതും വലിയൊരു ആശങ്ക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.